ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാല ദോശയായിട്ടാണ്. മുന്നേ നമ്മൾ മസാല ദോശ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ദോശമാവ് വെച്ചിട്ടല്ല, ബ്രെഡ് വെച്ചിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മസാല ദോശ. ഇന്നത്തെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള മസാല ദോശയില്ലേ, അതാണ്. അതിൻ്റെ മസാല ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും, തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഈ ഒരു മസാല ദോശ ബാറ്റർ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് കാണിക്കുന്നില്ല. ഞാൻ കുറേ വട്ടം ഞാൻ ദോശമാവ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ദോശമാവ് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ഇട്ടിട്ടുണ്ട്, ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുന്ന ഇട്ടിട്ടുണ്ട്, അങ്ങനെ കുറേ വട്ടം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദോശ മാവ് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് കയറി കണ്ടു നോക്കൂ. അപ്പോൾ ഇതിൻ്റെ അന്നത്തെ ആ മസാല അത് ഉണ്ടാക്കുന്ന ആ രീതിയും മസാല ദോശ പ്രിപ്പയർ ചെയ്യുന്ന രീതിയെ കാണിക്കുന്നത്, തയ്യാറാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. റെസിപ്പീസൊക്കെ കണ്ടു നോക്കുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. ഹലോ, മസാല പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ പെരിഞ്ജീരകം, ഫെനൽ സീഡ്സ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരണം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക്, ഓരോരുത്തരെയും എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റും, അതും കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഉള്ളിയൊക്കെ വഴന്ന് വരാൻ ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഒരു സവോളയും ക്യാരറ്റും ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലയ്ക്ക് നല്ല കളർ വേണമെങ്കിൽ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ലൈറ്റ് കളർ മതിയെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടിയുടെ പച്ച ടേസ്റ്റ് മാറി വന്നിട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് പാൽ കൂടി, അതായത് പശുവിൻ പാലാണ്, ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ ഒരു പാലും വെള്ളവും നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് ഉടച്ച് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് ഇതിലേക്ക് ഉടച്ച് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പൊട്ടറ്റോ മാഷ് ഉണ്ട്, അത് വെച്ചൊന്ന് ഉടച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് ഈ ഒരു വെള്ളത്തിലേക്കും പാലിലേക്കും ഒന്ന് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് നെയ്യ് ചേർത്തിട്ട് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇരിക്കുമ്പോൾ ഒന്നുകൂടെ കുറുകി വരും. ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഈ വെള്ളത്തിലും പാലിലും കിടന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് മസാല ദോശ ഉണ്ടാക്കിയെടുക്കാം. ചൂടായ തവയിലേക്ക് നമുക്ക് തവ മീഡിയം ചൂടിൽ വേണം നമുക്ക് ദോശ ഒഴിച്ച് കൊടുക്കാനായിട്ട്, എങ്കിലാണിത് പെട്ടെന്ന് നല്ല പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ഹീറ്റ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നല്ല റൗണ്ടിൽ പരത്തിയെടുക്കാൻ പറ്റത്തില്ല. ചൂട് കൂടിപ്പോയി കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ദോശ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. മസാല നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. അപ്പം മസാലയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചിലർക്ക് വളരെ കുറച്ച് മസാല മതിയാവും, പക്ഷേ ചിലർക്ക് മസാല കൂടുതലായിരിക്കും ഇഷ്ടം. എനിക്ക് ഇച്ചിരി മസാല കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അത് കുറച്ച് മസാല ചേർത്ത് കൊടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ദോശ ബാറ്റർ എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ദോശ ബാറ്ററിൻ്റെ വീഡിയോ വേണ്ടവർ ചെക്കൗട്ട് ചെയ്തോളൂ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി മസാല ദോശയാണ്. നല്ല ക്രിസ്പി ജ്യൂസി ആയിട്ടുള്ള മസാല ദോശയാണ്. അത് അടുത്തതും പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മസാല ദോശ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾ മസാല ഇതുപോലെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കൂ. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഇത് രാവിലെയോ അല്ലെങ്കിൽ കുട്ടിയോട് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. അണ്ടിൽ ദെൻ ബൈ.